സഞ്ജു എന്നല്ല, മംഗലശ്ശേരിയിലെ ആരും ഇപ്പൊ ഈ വിവരം അറിയാൻ പാടില്ല. മറ്റൊരു പെണ്ണുമായിട്ട് അവന്റെ വിവാഹം നടക്കാൻ പോകുന്ന സമയം ഇത്. മോൾക്കറിയാലോ, അവന്റെ ബന്ധുക്കളെല്ലാം ആ വിവാഹം നടന്നു കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ ഇടയിലേക്ക് ഇങ്ങനൊരു വാർത്ത ചെന്നാലുള്ള അപകടാവസ്ഥ നീ എന്താ ഓർക്കാത്തത്? 1-2 മാസത്തിനുള്ളിൽ ശ്രീകുട്ടിക്ക് നടക്കാൻ സാധിക്കും. അത് സഞ്ജു അറിഞ്ഞ അവൻ പിന്നെ ആ വിവാഹത്തിന് സമ്മതിക്കൂ? വിവാഹം മുടങ്ങിയ ദക്ഷ ഇറങ്ങിയിരിക്കൂ? പ്രഭ പറയുന്നത് സത്യമല്ലേ മോളെ? ദക്ഷ എന്റെ മോളെ അപകടപ്പെടുത്താൻ ഇവിടെ എത്തും. സഞ്ജുവിന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു ചിന്തയും ഇപ്പൊ ശ്രീകുട്ടിയുടെ മനസ്സിലില്ല. അതിനായിട്ട് നീ ചരട് വലിക്കുകയും വേണ്ട. അവൻ തിരിച്ചു വിളിക്കുക. നീ അവനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങൾ പറയാറുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അത് വേണ്ട മോളെ. നിന്റെ പ്രാർത്ഥന കൊണ്ടാ ശ്രീകുട്ടിക്ക് പിച്ച വയ്ക്കാനെങ്കിലും ആയത്. നീയായിട്ട് അവളെ വീണ്ടും തളർത്തി കിടത്തരുത്. അച്ഛന്റെ അപേക്ഷ. അവൻ ദക്ഷയുടെ മകളെ തന്നെ വിവാഹം കഴിക്കട്ടെ. മംഗലശ്ശേരിക്കാരുമായിട്ട് നമുക്കൊരു ബന്ധവുമില്ല. ശ്രീകുട്ടിയും കൊണ്ട് ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തീരുമാനിച്ചതാ. എനിക്ക് 2 മക്കളുണ്ട്. ശ്രീകുട്ടിക്ക് സുഖപ്പെട്ട നമ്മള് ഈ നാട് വിടും. പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം. നിന്റെ സങ്കടം അച്ഛനും മനസ്സിലാകും. കഴിഞ്ഞു പോയതെല്ലാം മറ്റൊരു ജന്മത്തിലാ. ആരോടും ശാപവാക്കുകൾക്കോ പ്രതികാരത്തിനോ ഇനി എൻ്റെ കുട്ടികൾ ഇരയായി തീരാൻ പാടില്ല. മോളെ, നീ മംഗലശ്ശേരി പോയതോ സഞ്ജു ഇവിടെ വന്നു പോയതോ ഒന്നും പ്രഭയ്ക്കറിയില്ല. അമ്മ ആഗ്രഹിക്കഴിഞ്ഞിട്ടൊന്നും അല്ല. നമുക്ക് ആ ബന്ധം വേണ്ട. ശ്രീകുട്ടി എഴുന്നേൽക്കാൻ ശ്രമിച്ച കാര്യം പുറത്തൊരു കുഞ്ഞു പോലും അറിയാൻ പാടില്ല. നമ്മൾ ഈ നാട് വിട്ടു പോകുന്നതുവരെ അത് രഹസ്യമായി ഇരിക്കണമെന്ന് പ്രഭയ്ക്ക് നിർബന്ധമുണ്ട്. അമേരിക്കയിലെ ഡോക്ടേഴ്സ് വരെ എഴുതി തള്ളിയ കാര്യമാ. അവിടുന്ന് അവളെ ദൈവകൃപ കൊണ്ട് ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത്. സഞ്ജുവോ മറ്റാരെങ്കിലും ഈ വിവരം അറിഞ്ഞ മനയിലേക്ക് വന്നാലേ പ്രഭയ്ക്ക് അത് താങ്ങാനാവില്ല.